ഹലോ ഗായ്സ്, അപ്പോൾ റീനമ്മ പോയതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ ഫോണെടുത്ത് വെറുതെ ഡേറ്റ് നോക്കിയത്. അപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്നത്തെ ദിവസമാണ് അല്ലുട്ടൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള യൂണിഫോമും ബുക്കും ഒക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. കട്ടയ്ക്കും കല്യാണിക്കും എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകാണ്ടായിരുന്നേ. അപ്പോൾ എനിക്കും കൊടുക്കാനുണ്ടായിരുന്നു. അത് ഞാൻ നമ്മളെ കൈ കൊടുത്തയക്കാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. കാരണം ട്രാവൽ ചെയ്യാനൊന്നും ഇപ്പോൾ തീരെ പറ്റുന്നില്ല. പറ്റുന്നിടത്തോളം കിടക്കട്ടെ എന്ന് തോന്നുന്നൊരവസ്ഥ അല്ലേ, ആ അവസ്ഥയിൽ കൂടി കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്ലൂസിനെ സ്കൂളിലേക്ക് ഇപ്പം എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കട്ടയും കല്യാണി പോകുമ്പോൾ ഓരോ കൂടെ കയറിയിട്ടാ. അങ്ങനെ ചക്കരയുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ അതാ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഇവിടെ എത്ര സമയം നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അവിടെ പോയി ആദ്യം ബുക്കിന് ബില്ലാക്കണം, യൂണിഫോമിന് ബില്ലാക്കണം, പിന്നെ ഇത് അത്രയും ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ എല്ലാവർക്കും കൊടുക്കണ്ടേ, അപ്പോൾ ക്യൂ ഒക്കെ പാലിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം അവിടെ നിൽക്കേണ്ടി വരും എന്ന് വിചാരിച്ചൊക്കെ പോലൊക്കെ തന്നെ കുറച്ച് നേരം നിൽക്കേണ്ടി. അതുകൊണ്ട് കട്ട യൂണിഫോമിൻ്റെ അവിടെ ക്യൂവിൽ നിന്ന്, ഞാനിപ്പുറത്ത് ബുക്കിൻ്റെ അവിടെ ക്യൂവിൽ നിന്ന്, അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും കുറച്ചധികം സമയം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അല്ലും തുമ്പി ഓടി കളിക്കുന്നത് നോക്കണം. ചക്കരയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈസി ചെയ്ത് അടുത്ത ആളും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ, കളിയിലാണ്. എൻ്റെ അവസ്ഥ കണ്ടിട്ടാണോ എന്ന് അറിയില്ല, എനിക്കൊരു ചെറിയ കൺസെഷൻ കിട്ടി. അവിടെ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഇവരെ വിട്ടൂടെ എന്ന് പറഞ്ഞു. ഞാൻ കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു, എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ബുക്ക് വേഗം കിട്ടി, യൂണിഫോം ആയിരുന്നു കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു, അതും പിന്നെ വേഗം കിട്ടിയിട്ടാ. അങ്ങനെ ഞങ്ങൾ ഇതാ പോകുന്നു അവിടുന്ന്. ഇവരെല്ലാവരും കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കുമ്പോൾ ഞാനത് വായിൽ വെള്ളം കയറി നോക്കി നിന്നു. കാരണം തീരെ കഴിക്കാൻ പറ്റാത്ത സാധനമാണല്ലോ അത്, ഷുഗറല്ലേ എനിക്ക്, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോണതിന് ഫുഡ് കഴിച്ചു. നമ്മൾ ചന്ദ്രേട്ടൻ്റെ ചായക്കട, മേ ബി നിങ്ങൾക്ക് അറിയുമായിരിക്കും, അത്യാവശ്യം ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം ഒന്നുകൂടെ എന്നെ വീട്ടിൽ കൊണ്ടാക്കി ഇവർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകാനൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് ഞാനും അവരുടെ കൂടെ പോയിട്ടോ. പിന്നെ തുമ്പിമോളുടെ അളവ് കൊടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് തിരിച്ചു വന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ വയറിങ്ങിൽ എന്തോ കാര്യമായിട്ടുള്ള പണി കിട്ടിയതുകൊണ്ട് തന്നെ താഴെ മോട്ടർ ഇടുമ്പോൾ മുകളിൽ AC ഓഫ് ആവും, മുകളിൽ വാഷിംഗ് മെഷീൻ ഇടുമ്പോൾ താഴെ മോട്ടർ ഓഫ് ആവും. അങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കട്ടേൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ജ്യോതിഷ്. ഞാൻ ഓരോ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ മുഖത്ത് പ്രത്യേക ഭാവങ്ങളൊക്കെ വിരിയുന്നത്. അങ്ങനെ സെക്കൻഡ് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ സെറ്റായി ഗൈസ്, അവന് പണി അറിയാം. ഈറ്റിങ്ങളൊക്കെ വല്ലപ്പോഴേ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ മാക്സിമം ചൊറിഞ്ഞിട്ടേ വിടാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ എന്തായാലും എന്നോട് വർത്താനം പറഞ്ഞിട്ടേ പോകൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അയച്ചില്ല, എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.